ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എയ്മി സിസർ എഴുതിയിട്ടുള്ള എ ടെമ്പസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേ ആണ്, അതായത് നാടകമാണ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എ ടെമ്പസ്റ്റ് ബൈ എയ്മി സിസർ. ഇദ്ദേഹം ഒരു എസ്സേയിസ്റ്റ് ആണ്, പ്ലെയറൈറ്റ് ആണ്, പൊളിറ്റീഷ്യൻ ആണ്. അതുപോലെ തന്നെ ഇദ്ദേഹം ജനിക്കുന്നത് 1913 മാർട്ടിനിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഈ മാർട്ടിനിക് എന്ന് പറയുന്നത് ഒരു ഓവർസീസ് റീജിയൻ ഓഫ് ഫ്രാൻസ്. ഈ ഫ്രാൻസിന്റെ ഒരു ഓവർസീസ് റീജിയൻ ആണ്, അതായത് ഒരു കരീബിയൻ ഐലൻഡ് ആണ് ഈ മാർട്ടിനിക് എന്ന് പറയുന്നത്. അവിടെയാണ് ഇദ്ദേഹം ജനിക്കുന്നത്. 1935 കൂടുതൽ പഠിക്കാനായിട്ട് യൂറോപ്പിലേക്ക് ഇദ്ദേഹം പോകുന്നുണ്ട്. എന്നിട്ട് തിരിച്ച് ഇവിടെ മാർട്ടിനിക്കിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. 1939 അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ബെസ്റ്റ് നോൺ പൊളിറ്റിക്കൽ നോൺ ഫിക്ഷൻ വർക്കായിട്ട് അറിയപ്പെടുന്നത് ഡിസ്കോഴ്സ് ഓൺ കൊളോണിയലിസം ആണ്. അതുപോലെ തന്നെ പോസ്റ്റ് കൊളോണിയൽ കൺസേൺസ് ആണ് ഇദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിൽ കൂടുതലായിട്ട് കാണാൻ വേണ്ടി കഴിയുന്നത്. സിസറിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് പറയുന്നത് ഇദ്ദേഹം നമ്മുടെ നെഗ്രിറ്റ്യൂഡ് മൂവ്മെന്റിന്റെ ഒരു ഫൗണ്ടർ ആയിട്ട് അറിയപ്പെടുന്നുണ്ട്. അതായത് 1930 ഇദ്ദേഹവും, അതായത് നമ്മുടെ എയ്മി സിസറും ലെപ്പോൾഡ് സെങ്കറും അതുപോലെ തന്നെ ലിയോൺ ഗോൺഷ്യൻ ഡമാസും കൂടി ചേർന്നിട്ട് നെഗ്രിറ്റ്യൂഡ് മൂവ്മെന്റ് സ്ഥാപിക്കുന്നുണ്ട്. ഈ ഒരു നെഗ്രിറ്റ്യൂഡ് മൂവ്മെന്റിന്റെ ഇവരുടെ ഇന്റൻഷൻ എന്താണെന്ന് വെച്ചാൽ പ്രൊമോട്ട് ആഫ്രിക്കൻ കൾച്ചർ ആൻഡ് ആഫ്രിക്കൻ വേസ് ഓഫ് ലുക്കിംഗ് അറ്റ് ദ വേൾഡ്. ആഫ്രിക്കൻ കൾച്ചർ പ്രൊമോട്ട് ചെയ്യലും ആഫ്രിക്ക എന്നൊരു രാജ്യം എങ്ങനെ മറ്റുള്ള ലോകത്തെ നോക്കിക്കാണുന്നു എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാനാണ് ഇവര് നെഗ്രിറ്റ്യൂഡ് മൂവ്മെന്റ് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഇവര് തിരിച്ചു വന്ന ശേഷം, ഈ ഒരു മാർട്ടിനിക്കിലേക്ക് തിരിച്ചു വന്ന ശേഷം എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. എ ടെമ്പസ്റ്റ്, അതായത് ഇത് 1969 പബ്ലിഷ് ചെയ്യുന്നത്. നമ്മുടെ സിസർ ഇത് എഴുതിയത് ഫ്രഞ്ച് ലാംഗ്വേജിലായിരുന്നു. ഇൻ ടെമ്പേറ്റ് അങ്ങനെയുള്ള ഒരു പ്രൊനൗൺസിയേഷൻ ആണ് അതാണ് ഇതിന്റെ ഫ്രഞ്ച് വേർഷൻ ആയിട്ട് പറയുന്നത്. അത് ഇംഗ്ലീഷിലേക്ക് ആക്കിയപ്പോഴാണ് എ ടെമ്പസ്റ്റ് എന്ന് വന്നത്. 1985 റിച്ചാർഡ് മില്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഈ ഒരു നമ്മുടെ എ ടെമ്പസ്റ്റ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഈ ഒരു ഈ ഒരു നാടകം എന്ന് പറയുന്നത് ഫ്രാൻസിലും മറ്റ് ഡിഫറെന്റ് കൺട്രീസ് ഇൻ ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. സിസർ എഴുതിയ ഈ ഒരു എ ടെമ്പസ്റ്റ് എന്ന് പറയുന്ന വർക്ക് റീറൈറ്റിംഗ് ഓഫ് ഷേക്സ്പിയേഴ്സ് ദ ടെമ്പസ്റ്റ് ആണെന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലെ ദ ടെമ്പസ്റ്റിലെ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ഒരു സിമിലാരിറ്റി ഒക്കെ ഈ ഒരു വർക്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഷേക്സ്പിയറിന്റെ ദ ടെമ്പസ്റ്റിലും സിസറിന്റെ എ ടെമ്പസ്റ്റിലും വരുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ഒരുവിധം സെയിം തന്നെയാണ്. അതായത് നോക്കുവാണെങ്കിൽ പ്രോസ്പെറോ പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് ഉണ്ട്, കാലിബൻ എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ട്, അതുപോലെ തന്നെ ഏരിയൽ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു 3 ക്യാരക്ടേഴ്സ് ആണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്രോസ്പെറോയുടെ മകളുണ്ട്, മകളുടെ പേരാണ് മിറൻഡ. ഈ ഒരു പ്രോസ്പെറോ പറഞ്ഞിട്ടുള്ള ഒരു മാജിക് ഒക്കെ അറിയുന്ന ഒരു വിച്ച് പോലത്തെ ഒരു ആളാണ്. അയാൾ ഒരു ഐലൻഡിലേക്ക് വരുന്നു. അവിടുത്തെ നാറ്റീവായ കാലിബനെയും പിന്നെ ഒരു ഏരിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെയും, ഏരിയൽ പറഞ്ഞിട്ടുള്ള ഒരു നാറ്റീവ് ആയിട്ടുള്ള ആളല്ല, ഏരിയൽ പറഞ്ഞ ഒരു മനുഷ്യനല്ല, ഒരു മാജിക്കൽ പവർക്ക് ഉള്ള ഒരു ആത്മാവ് വേണമെന്നൊക്കെ നമുക്ക് പറയാം. ഇവര് രണ്ടാളെയും നമ്മുടെ പ്രോസ്പെരോയുടെ സ്ലേവ്സ് ആയിട്ട് മാറ്റി. എന്നിട്ട് ഇദ്ദേഹം ഈ ഒരു പ്രോസ്പെരോ ആ ഒരു ഐലൻഡ് മൊത്തം ഭരിക്കുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ മാജിക്കൽ പവർ കൊണ്ട് ഒരു സ്റ്റോം, ഈ ഏരിയലിനോട് പറഞ്ഞിട്ട് ഒരു സ്റ്റോം കടലിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആ സ്റ്റോമിൽ ഒരു ഷിപ്രക്ക് ഒരു കപ്പൽ തകരുന്നു. എന്നിട്ട് കുറെ ആൾക്കാരൊക്കെ ഐലൻഡിലേക്ക് താമസം, ഇങ്ങോട്ട് കടന്നു വരുന്നു. അങ്ങനെയുള്ള ഒരു കഥയാണ് ഇതിൽ പറയുന്നത്. ഈ കഥയും ഈ എ ടെമ്പസ്റ്റ് എന്നതും ദ ടെമ്പസ്റ്റിലേതും പ്ലോട്ടൊക്കെ സെയിം തന്നെയാണ്. ദ ടെമ്പസ്റ്റിലെ അതുപോലെയുള്ള പ്ലോട്ട് തന്നെയാണ് എ ടെമ്പസ്റ്റ് നമ്മുടെ സിസർ കൊടുത്തിട്ടുള്ളത്. ദ ടെമ്പസ്റ്റ്, ഷേക്സ്പിയറിന്റെ ദ ടെമ്പസ്റ്റിലെ മൊത്തം കഥ എല്ലാ ക്യാരക്ടേഴ്സിനെയും ചുറ്റിപ്പറ്റിയുള്ള കഥയാണെങ്കിൽ എ ടെമ്പസ്റ്റ്, അതായത് സിസറിന്റെ എ ടെമ്പസ്റ്റിൽ പറയുന്നത്
നമ്മുടെ ഏരിയലിന്റെയും കാലിബന്റെയും ഒരു പ്ലൈറ്റ്, അവരുടെ ദുഃഖങ്ങളും കാര്യങ്ങളൊക്കെയാണ് എ ടെമ്പസ്റ്റ് എന്ന ഈ ഒരു കഥയിൽ കൂടുതലായിട്ടും പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ പ്രോസ്പെറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് മാജിക്കൽ പവേഴ്സ് ഒക്കെ ഉണ്ട്. അയാൾ ഈ ഒരു അയർലൻഡിലേക്ക് വന്നിട്ട് അവിടെ മൊത്തം ഭരിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോ ഒരു ഫ്രീഡത്തിന് വേണ്ടി, നെവർ എൻഡിങ് ക്വസ്റ്റ് ടു ഗെയിൻ ഫ്രീഡം ഫ്രം പ്രോസ്പെറോ, അതായത് ഒരിക്കലും കിട്ടാത്ത ഫ്രീഡം, അതായത് ഈ ഒരു അയർലൻഡിൽ ജീവിക്കുന്ന ഈ കാലിബൻ എന്ന ഈ ഒരു നേറ്റീവ് ആയിട്ടുള്ള ആൾക്ക് ഒരിക്കലും ലഭിക്കാത്ത ഒരു ഫ്രീഡത്തിനെ പറ്റി, ആ ഒരു കാര്യത്തിനെ പറ്റിയൊക്കെയാണ് ഈ ടെമ്പസ്റ്റിൽ പറയുന്നത്. 2 സ്ലേവ്സ് ആണ് ഇതിലുള്ളതെന്ന് പറഞ്ഞു. ഒന്ന് ഏരിയലും ഒന്ന് നമ്മുടെ കാലിബനുമാണ്. ഈ ഏരിയൽ എന്ന് പറയുന്നത് നമ്മുടെ പ്രോസ്പെറോ പറയുന്ന എന്തും, അതിപ്പോ എന്തായാലും അതൊക്കെ അനുസരിച്ചിട്ട് ഒരു അദ്ദേഹത്തിനോട് ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് ഏരിയൽ എന്ന് പറയുന്നത്. അയാൾ എന്ത് പറഞ്ഞാലും ഈ ഏരിയൽ ചെയ്തു കൊടുക്കും. അങ്ങനെയുള്ള ഒരു ആളാണ് ഏരിയൽ. എന്താന്ന് വെച്ചാല് ഈ ഒരു പ്രോസ്പെറോയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്താൽ ഒരു ദിവസം ഏരിയലിനെ ഫ്രീ ആക്കാമെന്ന് ഇദ്ദേഹം വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഈ പ്രോസ്പെറോ എന്ന് പറയുന്നത്. ആ ഒരു ദിവസത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണ് ഈ ഏരിയല് അയാൾ പറയുന്നതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. ഒരു ദിവസം തനിക്ക് ആ ഫ്രീഡം കിട്ടും എന്നുള്ള ഒരു മോചനം കിട്ടുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഏരിയൽ എല്ലാം ചെയ്തു കൊടുക്കുന്നത്. എന്നാൽ നമ്മുടെ കാലിബൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു നമ്മുടെ നേറ്റീവ് ആയിട്ടുള്ള സ്ലേവ് ഈ ഒരു പ്രോസ്പെറോനെ കിട്ടുന്ന അവസരത്തിലെല്ലാം കൊല്ലാൻ വേണ്ടി ശ്രമിക്കും, അല്ലെങ്കിൽ അയാളെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇദ്ദേഹത്തിന് ഫ്രീഡം വേണം. അയാളുടെ കീഴിൽ എപ്പോഴും ജീവിക്കാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ കാലിബനില്ല. അതുകൊണ്ട് നമ്മുടെ പ്രോസ്പെറോനെ അവസരം കിട്ടുന്ന സമയത്തൊക്കെ ഇദ്ദേഹം ഉപദ്രവിക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ ഫസ്റ്റ് ആക്ടിൽ എൻ്റർ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കാലിബൻ ഈ ഒരു പ്രോസ്പെറോയെ ഉഹുരു എന്ന് വിളിക്കുന്നുണ്ട്. ഉഹുരു എന്ന് വെച്ചാല് അതിന്റെ അർത്ഥം ഫ്രീഡം എന്നാണ്. അത് ഉഹുരു എന്ന് പറയുന്നത് സ്വാഹിലി വേർഡാണ്. സ്വാഹിലി എന്ന് വെച്ചാല് ലാംഗ്വേജ് യൂസ്ഡ് ഇൻ ഈസ്റ്റ് ആഫ്രിക്ക. ഈസ്റ്റ് ആഫ്രിക്കയിൽ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് സ്വാഹിലി എന്ന് പറയുന്നത്. ആ ഒരു സ്വാഹിലി ലാംഗ്വേജിൽ ഈ പ്രോസ്പെറോനെ നോക്കിയിട്ട് ഉഹുരു എന്ന് പറയും. ആര്? നമ്മുടെ കാലിബൻ. അതിന്റെ അർത്ഥം ഫ്രീഡം എന്നാണ്. ഈ കാലിബൻ ഇടക്കിടക്ക് അദ്ദേഹത്തിന്റെ നാറ്റീവ് ലാംഗ്വേജിൽ സംസാരിക്കും. ഈ പ്രോസ്പെറോയോട് പറയും. അതിപ്പോ തെറിയാണോ വിളിക്കുന്നത് അല്ല കാര്യമാണോ പറയുന്നത് എന്ന് ഈ പ്രോസ്പെറോക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ പ്രോസ്പെറോ ഈ ഒരു കാലിബൻ അങ്ങനെ സംസാരിക്കുന്നത് ഫോർബിഡൻ ചെയ്തു. അത് വിലക്കി. ഇനി അങ്ങനെ നീ സംസാരിക്കരുതെന്ന്, അല്ലെങ്കിൽ അവന്റെ നാറ്റീവ് ലാംഗ്വേജിൽ കാലിബൻ സംസാരിക്കരുതെന്ന് പ്രോസ്പെറോ ഉത്തരവിടുന്നു. കാലിബൻ എന്ന് പറയുന്നത് അവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് അവിടെ ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട് ആ ഐലൻഡിൽ. പക്ഷെ ആ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വേണ്ടിയിട്ട് കാലിബന് പറ്റുന്നില്ല. എന്തുകൊണ്ട്? ഈ ഒരു പ്രോസ്പെറോ അവിടെ ഭരിക്കുന്നതുകൊണ്ട്. ഇയാളുടെ നിയന്ത്രണത്തിലാണ് ആ ഐലൻഡ് മൊത്തം ഉള്ളത്. അതുകൊണ്ട് അവസരം കിട്ടുന്ന സമയത്തൊക്കെ ഇദ്ദേഹത്തിന്റെ ബർത്ത് റൈറ്റ്, അതായത് ജനിച്ച സ്ഥലത്തുള്ള അദ്ദേഹത്തിന്റെ അവകാശങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു കാലിബൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് ഈ നമ്മുടെ പ്രോസ്പെറോ എന്ത് ചെയ്യും, ഈ വിപ്പ് എടുത്തിട്ട്, ചാട്ടവാർ എടുത്തിട്ട് നമ്മുടെ ഈ കാലിബന് അടി കൊടുക്കും. ഇനി നീ അങ്ങനെ പറയോടാ എന്നൊക്കെ പറഞ്ഞിട്ട് അടി കൊടുക്കും. അങ്ങനെ ഈ കാലിബനും പ്രോസ്പെറോയും തമ്മിലുള്ള ആർഗ്യുമെന്റ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാലിബൻ പറയും, പ്രോസ്പെറോ ഒരിക്കലും എന്നെ ഇനി എന്റെ പേര് വിളിക്കരുത്, അതായത് കാലിബൻ എന്നുള്ള പേര് എന്നെ പ്രോസ്പെറോ നീ വിളിക്കരുത്, അതിനു പകരം നീ എന്നെ എക്സ് എന്ന് വിളിച്ചോ എന്ന് പറയും. ആര്? കാലിബൻ പ്രോസ്പെറോയോട് പറയും. അതാണ് നല്ലത്, അതാണ് എന്താ പറയണ്ടേ, ഒരു ലൈക്ക് എ മാൻ വിത്തൗട്ട് എ നെയിം, ഒരു ആള് വിത്തൗട്ട് എ നെയിം, പേരില്ലാത്ത ഒരാള്, അങ്ങനെയാണ്, ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത ഒരാള്, അങ്ങനെ കാണാനാണ് ഈ കാലിബന് ഇഷ്ടം എന്ന് പറയുന്നു. അതായത് ഇദ്ദേഹത്തിന്റെ കീഴിൽ ഒരു ഐഡന്റിറ്റി ഇല്ല, പിന്നെ എന്തിനു തന്റെ പേര് അങ്ങനെ വിളിക്കണം എന്നുള്ള ഒരു ചിന്തയിലായിരിക്കും അങ്ങനെ പറയുന്നത്. ഈ കാലിബൻ പറയുന്ന തന്നെ എക്സ് എന്ന് വിളിച്ചാൽ മതി എന്ന് പറയുന്നത് ഒരു അലൂഷൻ ആണ്. അതായത് സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള മാർട്ടിൻ ലൂതർ കിങ്ങും പിന്നെ അതുപോലെ തന്നെ മാൽക്കോം എക്സ്, ഈ ഒരു ആൾക്കാരെയാണ് ഇത് എന്താ പറയണ്ടേ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാണിക്കുന്നത്. ഈ എക്സ് എന്ന് പറയുന്ന ഒരു അങ്ങനെ വിളിച്ചാൽ മതി പറയുന്നത് കാണിക്കുന്നത് ഇവരെയൊക്കെയാണ്. അതായത് സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള മാൽക്കോം എക്സിനെയൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ ഈ ഒരു നമ്മുടെ കാലിബന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ മൈൻഡ് എന്ന് പറയുന്നത് ഒരു റെവല്യൂഷൻ മൈൻഡാണ്. അതായത് റെബല്യണിൽ കൂടിയും മറ്റുള്ള ഈ ഫൈറ്റുകളിൽ കൂടി മാത്രമേ ഫ്രീഡം കിട്ടൂ എന്നുള്ള ഒരു ചിന്താഗതിയാണ് കാലിബനുള്ളത്. എന്നാൽ നമ്മുടെ പ്രോസ്പെറോ എന്താ, ഒരു നോൺ വയലൻസിന്റെ പാത പിന്തുടരുന്ന ഒരാളാണ്.
പിന്നെ നമ്മുടെ ഷേക്സ്പിയറിന്റെ ദ ടെമ്പസ്റ്റിൽ ഇല്ലാത്തതും എ ടെമ്പസ്റ്റ്, അതായത് സിസയറിന്റെ എ ടെമ്പസ്റ്റിൽ ഉള്ളതുമായ ഒരു ക്യാരക്ടറാണ് ഈഷു. ESHU എന്നാണ് അതിന്റെ സ്പെല്ലിങ്. അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഈഷു. ഈ ഒരു ക്യാരക്ടറിനെ നമുക്ക് ദ ടെമ്പസ്റ്റിൽ കാണാൻ വേണ്ടി പറ്റില്ല. ഈ ഈഷു എന്ന് പറയുന്നത് യൊരുബ ട്രിക്സ്റ്റർ ഗോഡ്, ഒരു നൈജീരിയയിൽ നിന്നുള്ള ഒരു യൊരുബ ട്രിക്സ്റ്റർ ഗോഡാണ് ഈ ഒരു യേശു എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം കാണിക്കുന്നത് വെസ്റ്റ് ആഫ്രിക്കയിലുള്ള യൊരുബ മിത്തോളജിക്കൽ ട്രഡീഷൻസിനൊക്കെയാണ്. ഈ ഒരു പ്ലേയുടെ അവസാനം ആകുന്ന സമയത്ത് നമ്മുടെ ഈ മിറണ്ടയുടെയും ഫെർഡിനൻഡിന്റെയും കല്യാണം ആവുന്നുണ്ട്, മാരേജ് ആവുന്നുണ്ട്. ആ ഒരു സമയത്ത് എന്താ, ആ ഒരു ഐലൻഡിലുള്ള എല്ലാ ആൾക്കാരോടും നേപ്പിൾസിലേക്ക് പോയിട്ട് ഒരു സ്ഥലമൊക്കെ കണ്ടുപിടിക്കണം, അവർക്ക് ഡോട്ടറിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമൊക്കെ കണ്ടുപിടിക്കണം, അക്വയർ ചെയ്തെടുക്കണം ഒരു സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയുള്ള ലെഫ്റ്റനന്റ്സിനൊക്കെ അങ്ങോട്ട് അയക്കുന്നുണ്ട്. ആര്? നമ്മുടെ പ്രോസ്പെറോ. ഈ ഒരു പ്രോസ്പെരോയും പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഈ പ്രോസ്പെറോ ഒരിക്കലും ആ ഒരു ഐലൻഡിൽ നിന്നും വിട്ടുപോവില്ല. ഈ പ്രോസ്പെറോ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇയാള് അവിടുന്ന് ആ ഐലൻഡിൽ നിന്ന് പോയാല് ആ ഐലൻഡിന് ഇദ്ദേഹം ഇല്ലാതെ നിലനിൽക്കാൻ വേണ്ടി പറ്റില്ല, സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇയാള് പോയ ഐലൻഡ് തകരും, അങ്ങനെയാണ് ഇയാള് പറയുന്നത്. അങ്ങനെ ഈ ഒരു കഥാവസാനം ആ ഒരു ഐലൻഡിൽ ബാക്കിയാവുന്നത് നമ്മുടെ കാലിബനും ഈ ഒരു പ്രോസ്പെരോയും മാത്രമാണ്. പ്രോസ്പെരോ എന്താ, അവിടെയുള്ള കാര്യങ്ങളൊക്കെ റൂള് ചെയ്തിട്ട് എല്ലാരെയും നിയന്ത്രിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരാളായിട്ട് തന്നെ നിലനിൽക്കുന്നു. എന്നാല് നമ്മുടെ കാൽവിൻ എന്താ, ഇയാളുടെ കീഴിൽ പിന്നെയും സ്ലേവ് ആയിട്ട് തന്നെ തുടരുകയാണ് ചെയ്യുന്നത്. ഇയാൾക്ക് ഒരിക്കലും ഫ്രീഡം അറ്റൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതുപോലെ ഈ ഒരു കഥ എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് പ്രോസ്പെറോ കണ്ടിന്യൂസ് ടു അസേർട്ട് ഹിസ് ഹോൾഡ് ഓൺ ദ ഐലൻഡ്. അതേ സമയത്ത് കാലിബൻ എന്ന് പറയുന്നത് ഒരു ഫ്രീഡം സോങ്, ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പാടിക്കൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ ദ ടെമ്പസ്റ്റില് ഇത് എൻഡ് ചെയ്യുന്നത് പ്രോസ്പെരോയെ കാണിച്ചുകൊണ്ടാണ്. എന്നാലും സിസറിന്റെ എ ടെമ്പസ്റ്റ് എൻഡ് ചെയ്യുന്നത് നമ്മുടെ കാലിബനെ കാണിച്ചുകൊണ്ടാണ്. അതൊരു വ്യത്യാസമായിട്ട് പറയാൻ വേണ്ടി പറ്റും. ഈ ഒരു കാര്യം ഈ സിസേർ നമ്മുടെ ഓതർ ഓഡിയൻസിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. കൊളോണിയലിസത്തിന്റെ എഫക്റ്റുകൾ, ലാസ്റ്റിംഗ് എഫക്റ്റ് എങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തെ ബാധിക്കും എന്നുള്ള കാര്യം സ്വയം ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓഡിയൻസിന് തന്നെ വിട്ടുകൊടുക്കുകയാണ് നമ്മുടെ സിസേർ ചെയ്യുന്നത്. പിന്നെ ദ ടെമ്പസ്റ്റില് ഈ ഒരു എൻഡില് നമ്മുടെ പ്രോസ്പെറോ പറഞ്ഞിട്ടുള്ള ആള് ഇദ്ദേഹത്തിന്റെ മാജിക്കൽ പവർ ഒക്കെ ഗിവ് അപ്പ് ചെയ്തിട്ട് ഇദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ എ ടെമ്പസ്റ്റിൽ എന്താ ചെയ്യുന്നത്, ഇദ്ദേഹം തിരിച്ചു പോകുന്നില്ല. തിരിച്ചു പോയാൽ ഐലൻഡ് നശിക്കും, ഞാൻ ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത് കാണിക്കുന്നത് എന്താന്ന് വെച്ചാല് കോളനൈസേഴ്സിനെ കാണിക്കുന്നതാണ്. ഈ പ്രോസ്പെറോയുടെ ക്യാരക്ടറിലൂടെ കോളനൈസേഴ്സിനെയാണ് കാണിക്കുന്നത്. അതായത് ഫിസിക്കലി അവിടെ നിന്ന് വിട്ടുപോയാലും അവരുടെ ഇൻഫ്ലുവൻസ് സ്റ്റിൽ ആ ഒരു രാജ്യത്തിന്, അവര് കോളനൈസ് ചെയ്ത ആ രാജ്യത്തിൽ ഉണ്ട് എന്നുള്ള ഒരു ഇത് കാണിക്കാനാണ് ഈ ഒരു പ്രോസ്പെറോയുടെ ക്യാരക്ടർ കാണിക്കുന്നത്. അതിപ്പോ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലായാലും നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇന്ത്യ ഇപ്പോ സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും മറ്റുള്ള രാജ്യത്തിന്റെ ഇൻഫ്ലുവൻസ് ഇപ്പോഴും നമ്മുടെ രാജ്യത്തുണ്ട്. ബ്രിട്ടൻ ആയാലും അമേരിക്ക ആയാലും എല്ലാം അതിപ്പോ കണക്ക് തന്നെ. അതിപ്പോ ആർമി, പിന്നെ മിലിറ്ററി, ഏത് ഫീൽഡിലായാലും ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ എയ്മി സിസറിന്റെ ഈ ഒരു പ്ലേ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.